കേരളത്തിലുടനീളം നമ്മൾ 30 ദിവസങ്ങൾ നീണ്ടുപോകുന്ന 14 ജില്ലകളും ടച്ച് ചെയ്തു പോകുന്ന ഒരു കേരള പര്യടനത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതിപ്പോ എവിടെയാണ് നമ്മൾ വന്നിരിക്കുന്നത്? ഐമനം പഞ്ചായത്ത്. ഐമനം പഞ്ചായത്ത് 20ാം വാർഡിലെ 20ാം വാർഡ് ചീപ്പങ്കൽ സ്ഥലത്ത്. ചീപ്പങ്കലില് 20ാം വാർഡിലെ മെമ്പർ മിനി ബിജു. അതെ അതെ, ചീപ്പങ്കലല്ല, ഐമനം പഞ്ചായത്തിൽ. നേരിട്ട് പരിചയമില്ല, ഞങ്ങള് സംസാരിച്ചിട്ടുണ്ട്. അതെ അതെ, ഞാൻ 10 വർഷമായിട്ട് കഴിഞ്ഞ ടൈമിലും ഐമനം പഞ്ചായത്ത് 20ാം വാർഡിലെ മെമ്പർ മിനി ബിജു. സാറിന് ഞങ്ങളുടെ സന്തോഷം, സ്നേഹം, ഉപകാരം. എനിക്കും സന്തോഷം നിങ്ങളെയൊക്കെ കാണാൻ പറ്റിയതിൽ. ഓക്കെ, സന്തോഷം. താങ്ക് യു. അപ്പൊ കുറെ പേര് ഗോപി, ഇവിടെ എല്ലാരും കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട്. എന്താ പേര്? ക്ഷേത്രത്തിൽ പോകാൻ വന്നാണോ? 24 ഒക്കെ കാണാറുണ്ടോ? ഓക്കെ. അപ്പൊ നമ്മൾ SKN40 എന്ന് പറഞ്ഞിട്ടൊരു എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു യൂട്യൂബ് ചാനൽ ഇപ്പൊ തുടങ്ങിയിരിക്കുക. നമ്മളൊരു യാത്രയിലാണ്. കാര്യം നമ്മുടെ ചെറുപ്പക്കാരും കുട്ടികളും ഒക്കെ തന്നെ ഒരുപാട് മയക്കുമരുന്നിനൊക്കെ അടിമയാകുന്നതുകൊണ്ട് അവരെയൊക്കെ ബോധവൽക്കരിക്കാൻ ഒരു എക്സ്ക്ലൂസീവ് ചാനൽ ഇപ്പൊ നിങ്ങൾ നിൽക്കുന്നതൊക്കെ ഇപ്പൊ ഈ ചാനലിലൂടെ ലൈവായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുക. 24ലും കാണാം, ഈ SKN40 എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലും കാണാം. സുഖമാണല്ലോ? വളരെ വിഷമമുള്ള കാലം അല്ലേ? ഓക്കെ. എന്താ വിശേഷം? ഓക്കെ. അവിടെ കുറെ ചെറുപ്പക്കാരികൾ നിൽക്കുന്നുണ്ടല്ലോ. ഓക്കെ, മോക്ക് ധൈര്യം ഉണ്ടല്ലേ? എന്താ മോളെ പേര്? എന്താ ചെയ്യുന്ന മോള്? ഇങ്ങോട്ട് പാടൂ. എന്താ പഠിക്കുവാണോ? ഏത് SM കോളേജില്? SM കോളേജിൽ പഠിക്കുന്ന കുട്ടിക്കാണോ ഇത്ര പേടി? SM കോളേജില് അല്ലേ? നിങ്ങളെല്ലാം SM കോളേജാണോ? കുമരകം SM കോളേജിലാ? ഏത് കോഴ്സിനാണ് ഞങ്ങളൊക്കെ പഠിക്കുന്നത്? ആ, പിന്നില് 2 പേര് ഒളിച്ചു നിൽക്കുന്നുണ്ടല്ലോ. ആ, വരൂ. നിങ്ങളുടെ പേരെന്താ? രാജലക്ഷ്മി. ആ, മീനാക്ഷി. നിങ്ങളുടെ പ്രൊഫസറോട് ഞാൻ പറയും ഒളിച്ചു കിടന്നത്. ഓക്കെ. നമ്മളുടെ യാത്ര എന്തിനാന്ന് അവർക്ക് അറിയാമോ? എന്തിനാ? ആ, അവിടെ ഒളിച്ചിരിക്കുന്ന ആളൂടെ പറഞ്ഞു. എന്നെ ലഹരി വിരുദ്ധം, മയക്കുമരുന്നല്ലോ, MDMA പോലെ. നിങ്ങളുടെ കോളേജിൽ കണ്ടുണ്ടോ? ചേട്ടൻ വന്ന് ഉറപ്പിച്ചാണോ? അവിടെ പോയി നല്ല തല്ലിയിട്ടെന്ന് വിചാരിച്ചാണോ പറയാത്തെ? അല്ല, ആ ബാഗിലൊന്നും ഇല്ലല്ലോ. ഒന്നുമില്ല. റെഡി. സുഖമാണല്ലോ? സുഖം. ഇവിടെ ഈ വൈക്കത്ത് വന്നപ്പോഴേ എന്നോട് പല ആൾക്കാരും പറഞ്ഞു ഇവിടെ MDMA അല്ല, ഒരുപാട് കഞ്ചാവ് ആളുകൾ ഉപയോഗിക്കുന്നു പറയുന്നത്. സത്യമാണോ? അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ നാട്ടുകാരുടെ പ്രശസ്തി. ഇവരോട് ചോദിച്ചിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾക്കറിയാമോ അങ്ങനെയുണ്ടോ? നിഷ, അങ്ങനെയൊക്കെ ഉണ്ടോ? ഇവിടെ കാര്യങ്ങളൊക്കെ ഉണ്ടോ? കൃത്യമായിട്ട് അറിഞ്ഞൂടെ സാർ. എങ്കിൽ തന്നെയും ജനങ്ങളും ഗവൺമെന്റും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പൊരുതണമെന്നാ പറയുന്നത്. നിങ്ങളെന്തോ അണിഞ്ഞൊരുങ്ങി ഒരു ഫോട്ടോ പിന്നെ ഒരു തന്നാ മതി. അപ്പൊ ഞാന് വിഷ്ണു അല്ലേ? എന്റെ പേര് എഴുതാം. ഓക്കെ, താങ്ക് യു. ഞാൻ ശ്രീകാന്ത്. എന്റെ ഒരു ബുക്ക് സാറിന് ഗുരുവിനെ കുറിച്ച് എഴുതിയ ബുക്കാണ്. ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചാണോ എഴുതിയ ബുക്കാണ്? ഈ പുസ്തകത്തിന്റെ പടം ഒന്ന് കാണിച്ചു. ഈ പുസ്തകത്തിൽ എന്താ ഉള്ളത്? ഗുരുവിന്റെ ലഘു ജീവചരിത്രം, അതോടൊപ്പം സമൂഹത്തിൽ നമ്മൾ എങ്ങനെ നമുക്ക് വളർന്നു വരാൻ സാധിക്കും, എന്തൊക്കെയാണ് മൂല്യങ്ങൾ, സമൂഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ഗുരുദർശനത്തിലുണ്ട്. അപ്പൊ അതിങ്ങനെ പ്രചരിപ്പിക്കാൻ്റെ ഭാഗമായിട്ട് കുറച്ച് വർഷമായിട്ട് എഴുത്തിലൂടെയും റെക്കോർഡിലൂടെയൊക്കെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഒക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ശ്രീകാന്ത് ഐമനം അല്ലേ? പ്രശസ്ത എഴുത്തുകാരനാകട്ടെ. ഓക്കെ, ശ്രീകാന്ത് ഐമനത്തിന്റെ ഹലോ. എല്ലാവർക്കും ശബ്ദം. ശിക്ഷ പോരാ, മയക്കുമരുന്നിന്റെ ശിക്ഷ പോരാ. ഈ പറയുന്നത് എത്ര കൊല്ലം ശിക്ഷിക്കണം അങ്ങയുടെ അഭിപ്രായത്തിൽ? അവൻ 40 പേര് കഴിഞ്ഞാൽ പിന്നെ 40ാമത്താൻ പിന്നെയും ചെയ്യുക. ശിക്ഷ പോരാ. ഇവിടെ തന്നെ ശിക്ഷയിരിക്കുന്നു, ഇറങ്ങി പോരുമല്ലേ? അതെ, ശരി. എന്താ പേര് അങ്ങയുടെ? എന്റെ പേര് അപ്പുന്ന. ഞാൻ 10-40 കൊല്ലമായിട്ട് ഇവിടെ കച്ചവടം ചെയ്യുന്നു. എന്ത് കച്ചവടം? പള്ളിയിലറിയും, സ്റ്റേഷനറി. കഞ്ചാവ് കച്ചവടം ഉണ്ടോ ഏട്ടാ ഇവിടെ? ഇല്ലല്ലോ. ഉറപ്പല്ലേ? പിന്നെ പറയരുത്, മാറ്റി പറയരുത്. ഞാൻ പറയല്ല, ഇവിടെ ചെറിയൊരു കവിത 2 വരി. അപ്പുറം പോലെ. ചേട്ടന്റെ പേരോട് പറഞ്ഞു. ഞാൻ ഒരു ഫേസ്ബുക്ക് കവിയാണ്. ശശിധരൻ മഞ്ചാടിക്കിരി എന്നാണ്. ഇൻസ്റ്റയിൽ അക്കൗണ്ട് ഉണ്ടോ? കൊണ്ടുണ്ടോ? ആള് ന്യൂജനാ. അടിപൊളി കക്ഷിയാ. ഞാൻ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്ന അരുത് എന്ന് 2 കാര്യങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. അതിലെ ഒരു കാര്യത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ചെറു കവിത അവതരിപ്പിക്കുന്നത്. എത്ര വയസ്സായി? 7 വയസ്സ്. ഫേസ്ബുക്കിൽ കയറിയിട്ട് എത്ര കാലമായി?
ഒരുപാടല്ല, ഒരു വർഷം ഉണ്ട്. ഫേസ്ബുക്ക് വന്നപ്പോ തന്നെ ഈ സുക്കർബർഗ് ഇപ്പൊ ബോധം കെട്ട് വീണാണ്. ഞാൻ തുടങ്ങിക്കോട്ടെ. അതിന്റെ മുതലാളി. ശരി ശരി. അരുതരുതു മദ്യം എടുക്കരുതാരുമേ, അരുതരുതു മദ്യം കൊടുക്കരുതാരുമേ, അരുതരുതു മദ്യം കഴിക്കരുതാരുമേ, അരുതാവിരുന്നിൽ പോയി കൂടരുതാരുമേ. വിരുന്നിൽ പ്രധാനമായി കരുതുന്ന മദ്യം വിത്തം കനയ്ക്കും ഇനമാണു മദ്യം, വിനാശം വിതയ്ക്കുന്ന വിത്താണു മദ്യം, വിവേകം നശിക്കുന്ന വിഷമാണു മദ്യം. ചെലവില്ല വരുമാനം ഖജനാവിൽ കൂടുമ്പോൾ ചെലവിൽ നശിക്കുന്നതറിയാത്ത സർക്കാർ, ചികിത്സയ്ക്കു വഴി തേടി അലയുന്ന സർക്കാർ, ചിതറും ജനത്തിനെ കാക്കുന്ന സർക്കാർ. താങ്ക് യു. അങ്ങ് ഫേസ്ബുക്കിലൊക്കെ തകർക്കുക. അപ്പൊ നമ്മൾ പഞ്ചായത്ത് ദിവസത്തിന്റെ ഇവിടെ ഒരു ആദരം സൊസൈറ്റിയുടെ ഞാൻ വെച്ചൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, തൊട്ടടുത്ത പഞ്ചായത്ത് പ്രസിഡന്റ്. മുൻ പ്രസിഡന്റ്, പഞ്ചായത്ത് മുൻ പ്രസിഡന്റാണ് ഇവിടെ. മുൻ പ്രസിഡന്റ്. മുന്നും പിന്നും ഒക്കെ ഓക്കെയാ. അപ്പൊ നിങ്ങളുടെ വെച്ചൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ? അതെ അതെ. വെച്ചൂര് പശുവൊക്കെ ഉണ്ടോ ഇപ്പോ? ഉണ്ട്. എനിക്കൊരു പശുവിനെ വാങ്ങിക്കണമെന്നുണ്ടായിരുന്നു. തീർച്ചയായിട്ടും വാങ്ങിച്ചു. വെച്ചൂർ പശുവിന്റെ ഔഷധ മൂല്യം എന്ന് പറഞ്ഞ്. വെച്ചൂർ പശുവിന്റെ പാല് ഏറ്റവും ഔഷധമില്ല, രോഗത്തിന് പ്രതിരോധ ശേഷിയുള്ളതാ. പഞ്ചായത്ത് സംരക്ഷിക്കുന്നുണ്ട്. ആകെ 70 പശുക്കളെ ഉണ്ട്. വെച്ചൂരുണ്ട്, കുറച്ച് അധികം പശു ആകെ ലോകത്തിന് 70 പശുക്കളെ. വെച്ചൂര് ഇപ്പൊ വന്നാലും ഒരു കണക്കെടുക്കുന്നുണ്ട്. ഉണ്ട്. ഡോക്ടർ ശോശാമേപ്പിന്റെ കണക്കിൽ പറയുന്നുണ്ട് അങ്ങനെ. വെച്ചൂർ പശുവിനെ നിലനിർത്തണം തീർച്ചയായിട്ടും. വെച്ചൂർ എന്നുള്ള ഗ്രാമത്തിന്റെ ഏറ്റവും വലിയ പേരായി ഈ വെച്ചൂർ പശു. നമ്മുടെ പി ജെ ജോസഫാറിന്റെ വീട്ടിലൊരു പശു ഉണ്ടല്ലോ. ഉണ്ട്. ഇവിടെ ഉണ്ടോ? പി ജെ സാറിന്റെ വീട് ഇവിടെ അല്ല, തൊടുപുഴയാ. അല്ല, അവിടെ ഉണ്ടെന്ന് ഉണ്ട്. അപ്പൊ സാറിന്റെ വീട്ടിൽ ഒരു പശുവിനെ വാങ്ങിച്ചു കിട്ടിയിട്ടുണ്ടെന്ന് സാറൊരിക്കൽ പറഞ്ഞായിരുന്നു. ഓക്കെ. അപ്പൊ നമുക്ക് സന്തോഷം. നമ്മുടെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പോയോ? അപ്പൊ ഓക്കെ. അല്ല, അത് കുഴപ്പമില്ല. നല്ല നിലയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ജാഗ്രത പാലിക്കാനും മുൻകരുതലെടുക്കാനും അത് ജനങ്ങളുടെ നല്ല ബോധവൽക്കരണം നടത്താനുള്ള പ്രവർത്തനങ്ങളൊക്കെ പഞ്ചായത്ത് നന്നായി നടത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് AK ആലിച്ചൻ. ഏത് പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ്? ഐമനം പഞ്ചായത്ത്. ഐമനം അഭിമാനമുള്ള സ്ഥലമല്ലേ? തീർച്ചയായിട്ടും. ഗ്രാമമല്ലേ ഐമനം എന്ന് പറയുന്നത്? നിങ്ങളൊക്കെ സുഖമാണല്ലോ അല്ലേ? എന്നെ കൊണ്ട് വലിയ അപകടമല്ലോ ഉണ്ടോ? കാണാൻ ഓടി വന്നതാ. രാവിലെ വല്ലതൊക്കെ കഴിച്ചോ? ഇല്ലൊന്നും കഴിച്ചില്ല. വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യല്ലേ. വെയിറ്റ് ചെയ്തു. കുറെ നേരം 8:30 ഞാൻ ഇന്നലെ ഒരു വെയിറ്റ് ചെയ്ത നിങ്ങള്. ഓക്കെ, റെഡി. പറഞ്ഞോളൂ, 2 വാക്ക്. അത് വെച്ചൂരി വ്യാപകമായി മറ്റുള്ള സ്ഥലത്തോളം പോലെ വെച്ചൂരും വ്യാപകമായിട്ടുണ്ട്. അത് ഒരു ക്രമീകരണത്തിലേക്ക് എത്തുമെങ്കിൽ നിയമത്തിലുള്ള പൊഴിച്ചിൽ അത്യാവശ്യമാണ്. നിയമത്തിന് കമ്മീഷണർ പോലും പറയുന്നത് തൂക്കിക്കൊല്ലണം കൊണ്ടുവരുന്നവനെ. അല്ല, ലഹരി കൊണ്ടുവരുന്നവനെ പിടിച്ച് തൂക്കിക്കൊല്ലണം. എന്നാലും നമ്മുടെ പിള്ളേരെ രക്ഷപ്പെടത്തുള്ളൂ. അല്ലെ നാളെ ഇവർക്ക് പേടിച്ചിട്ട് പറയാൻ പറ്റുന്നില്ലല്ലോ പിള്ളേർക്ക് ഇതാരാ തരുന്നെന്ന്. അതുകൊണ്ട് കൊടുക്കുന്നവനെ തൂക്കിക്കൊല്ലണം. അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? അങ്ങനെ തൂക്കിക്കൊള്ളണമെന്നില്ല, കർശനമായ ശിക്ഷ വേണമെന്നാണ്. തൂക്കിക്കൊള്ളുന്ന എനിക്ക് ജനപ്രതിനിധി എനിക്ക് പറയാൻ പറ്റത്തില്ല. നിയമത്തെ ബേസിലല്ലേ പറഞ്ഞാൽ ഇവർക്ക് പറയാം, അവർക്ക് പറയാം, എനിക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് പഞ്ചായത്ത് മെമ്പറല്ലേ? പ്രസിഡന്റാണ്. പണി പോയി കിട്ടും. അവനെങ്കിൽ വിടും. വിട്ട് കഴിയുമ്പോൾ അവൻ ഊർജിതമായി വീണ്ടും. അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റ് പറയാൻ പറ്റത്തില്ല കേട്ടോ.